Dear children, what is dividend, divisor, quotient and remainder? എന്താണ് ഹാര്യം, ഹാരകം, ഹരണഫലം, ശിഷ്ടം? ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഡിവൈഡ് ചെയ്യാൻ അറിയാമല്ലോ. ഇവിടെ നമുക്ക് 4736 എന്ന സംഖ്യയെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4736 എന്ന് പറയുന്നതാണ് ഇവിടെ ഡിവിഡൻഡ് എന്ന സംഖ്യ. 15 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ ഡിവൈസർ ഹാരകം 15 ആണ്. ഏത് സംഖ്യയാണോ ഹരിക്കേണ്ടത് ആ സംഖ്യ ഹാര്യം, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അത് ഹാരകവും അഥവാ ഡിവൈസറുമാണ്. ഇനി നമുക്ക് ഈ 4736 എത്ര തൗസൻഡ്സ്, എത്ര ഹൺഡ്രഡ്സ്, എത്ര ടെൻസ്, എത്ര വൺസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 4000 ഉണ്ട്, 700 ഉണ്ട്, 3 ടെൻസ് ഉണ്ട്, 6 വൺസ് ഉണ്ട്. സാധാരണ വലത് സൈഡിൽ നിന്നാണ് ഇടത് സൈഡിലേക്ക് നമ്മൾ ഗുണിക്കുന്നത്. ഹരിക്കുമ്പോൾ തിരിച്ച് ഇടത് സൈഡിൽ നിന്ന് വലത്തോട്ടാണ് പോകുന്നത്. അതായത് ഉയർന്ന സ്ഥാനത്ത് നിന്നും താഴ്ന്ന സ്ഥാനത്തേക്കാണ് പോകുന്നത്. ഇവിടെ 4000-ലെ 4-ഉം 700-ലെ 7-ഉം കൂടെ ചേർത്ത് 47-നെയാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. അതായത് 47 എന്നെ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം, ഈ 47 എന്നത് 4000-ലും 700-ലെ 7-ഉം കൂടെ ചേർന്നതാണ് എന്ന് ഓർമ്മയുണ്ടായിരിക്കണം. 3 കൊണ്ട് 15-നെ ഗുണിക്കുമ്പോൾ നമുക്ക് 45 ലഭിക്കും. 3 കൊണ്ട് 15-നെ ഗുണിച്ചപ്പോൾ 45 ലഭിച്ചു. ബാക്കി റിമൈൻഡർ 2 വന്നു. ഇനി ഈ 3 എന്ന് പറയുന്നത് ഇവിടെ 30-ലെ 3 പത്തുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് 23 എന്ന് പറയുന്നത് 230-ലെ 23 ആണ്. 30-ലെ 3 ഇവിടെ വന്നിരിക്കുന്നത്. 15 എന്ന ഹാരകം അഥവാ ഡിവൈസർ കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? ഒരു 15 റിമൈൻഡർ 8 കിട്ടും. ഇനി ഈ വൺസിൻ്റെ സ്ഥാനത്ത് 6 അതേപോലെ താഴോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 86 ഹാര്യത്തിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 പ്രാവശ്യം പോകും. 15-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 75. ബാക്കി റിമൈൻഡർ 11. ഹരിക്കേണ്ട രീതി മനസ്സിലായോ? ഡിവൈഡ് ചെയ്യേണ്ട രീതി. 4736-നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ 4736 എന്ന ഡിവിഡൻറ്റിനെ 15 എന്ന ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 315 ക്വോഷ്യൻ്റ് ഹരണഫലവും റിമൈൻഡർ 11 ലഭിച്ചു. ഇനി നമുക്ക് ഈ ആൻസർ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ഈ ഹരണഫലത്തെ ക്വോഷ്യൻറ്റിനെ ഹാരകം ഡിവൈസർ കൊണ്ട് ഗുണിച്ചാൽ ഈ സിസ്റ്റം കിട്ടിയ റിമൈൻഡർ കിട്ടിയ 11 പോയിട്ടുള്ള സംഖ്യ ഇവിടെ ലഭിക്കും. 4725 ലഭിക്കും. അതായത് ഈ 3 2 ഇവിടെ 7 ഇത് 5 75 ബാക്കി സിസ്റ്റം 0 വരും. അപ്പോൾ 315-നെ 15 കൊണ്ട് ഗുണിച്ചാൽ ഈ ആൻസർ കിട്ടില്ല, 11 കുറവായിരിക്കും. അപ്പോൾ 315-നെ 15 കൊണ്ട് ഗുണിച്ചിട്ട് 11 കൂടെ കൂട്ടുമ്പോൾ ഏത് ആൻസറാണ് കിട്ടുന്നത്? 4736 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അതായത് 15 എന്ന ഡിവൈസർ ഇൻറ്റു ക്വോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ്. ഹാരകം ഗുണം ക്വോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഹാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 4736 എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് അല്ല, അഥവാ ഹാര്യം. 15 എന്താണ്? ഹാരകം അഥവാ ഡിവൈസർ. അപ്പോൾ 315 ക്വോഷ്യൻ്റ് അഥവാ ഹരണഫലം. 11 റിമൈൻഡർ അഥവാ ശിഷ്ടം. ഇപ്പോൾ മനസ്സിലായോ? ക്വോഷ്യൻ്റ്, ഡിവൈസർ, ഡിവിഡൻഡ്, റിമൈൻഡർ, ഈ 4 തമ്മിലുള്ള ബന്ധം. ഡിവൈസർ
ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡിവിഡൻറ്റ്. ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡിവിഡൻറ്റ്. ഹാരകം ഗുണം ഹരണഫലം പ്ലസ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹാര്യം. ഹാരകം ഗുണം ഹരണഫലം പ്ലസ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹാര്യം. ഞാനിവിടെ 1000 എന്ന സംഖ്യയെ 1 മുതൽ 10 വരെ ഉള്ള ഡിവൈസർ ഹാരകം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ കോഷ്യൻ്റെ ഹരണഫലവും റിമൈൻഡറുമാണ് കൊടുത്തിരിക്കുന്നത്. 1000 ഇവിടെ ഹാര്യം അഥവാ ഡിവിഡൻറ്റ്. ഇവിടെ 1000 10 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, 100 ടൈംസ് ഉണ്ട്. 8 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, 125 125 തവണ 1000-നകത്ത് 8കളുണ്ട്. അഥവാ 125 125 8 തവണ എഴുതി കൂട്ടിയാൽ 1000 കിട്ടും. എന്താണ് ഹരണമെന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ തുല്യമായി വീതിച്ചാൽ എത്ര പ്രാവശ്യം വീതിക്കാൻ പറ്റും എന്ന് നോക്കുന്നതാണ് ഹരിക്കുക എന്ന് പറയുന്നത്. അതായത് ഇവിടെ 1000 എന്ന ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുക. 1000 എന്ന ഹാര്യത്തെ 8 എന്ന ഹാരകം കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് 1000-ൽ എത്ര 8കളുണ്ട് എന്നാണ് നോക്കുന്നത്. എത്ര 8കളുണ്ട്? 125 8കളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് പറഞ്ഞ് 1000 എന്ന ഹാര്യത്തിൽ അഥവാ ഡിവിഡൻറ്റിൽ 7 എന്ന ഹാര്യം അഥവാ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1000-ൽ 142 7കൾ ഉണ്ട്. 142 കോഷ്യൻ്റെ ഹരണഫലം. ബാക്കി 6 മിച്ചം വരും. 1000-നെ 7ൻ്റെ കൂട്ടങ്ങളാക്കി വെച്ചാൽ 142 കൂട്ടങ്ങളും വരും, ബാക്കി 6 അധികവും വരും. ഇതാണ് ഹരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെ 1000 ഹാര്യം ഡിവിഡൻറ്റ്, 7 ഹാരകം ഡിവൈസർ, 142 കോഷ്യൻ്റ് ഹരണഫലം, 6 റിമൈൻഡർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ 1000-ൽ എത്ര 1കളുണ്ട്? 1000. എത്ര 2 ഉണ്ട്? ഹൗ മെനി 2s in 1000? 500. അറിയാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പകുതിയാണ്. എത്ര 3s? ഹൗ മെനി 3s in 1000? 333 ടൈംസ് 3s ഉണ്ട്. ബാക്കി 1 ബാലൻസും വരും. 250 4 പ്രാവശ്യം വയ്ക്കുമ്പോൾ 1000 കിട്ടും. 1000 ഹാര്യം ഡിവിഡൻറ്റ്, 4 ഹാരകം ഡിവൈസർ, 250 കോഷ്യൻ്റ്, റിമൈൻഡർ 0. 1000-നെ 5ൻ്റെ കൂട്ടങ്ങളാക്കിയാൽ 200 തവണ കൂട്ടങ്ങളാക്കാം. 200-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 കിട്ടും. കോഷ്യൻ്റെ ഗുണം ഡിവൈസർ ഈസ് ഈക്വൽ ടു ഡിവിഡൻറ്റ്. ഹരണഫലം ഗുണം ഹാരകം ഈസ് ഈക്വൽ ടു ഹാര്യം. ഇവിടെ പ്ലസ് ചേർക്കാൻ ഇല്ല, 0. ഇവിടെ 1000-ൽ 6ൻ്റെ കൂട്ടങ്ങളാക്കിയാൽ 166 തവണ വയ്ക്കാം, ബാക്കി 4 ശിഷ്ടവും വരും. അതായത് 166-നെ 6 കൊണ്ട് ഗുണിച്ചാൽ 1000, ഗുണിച്ചിട്ട് ഈ 4 കൂടെ കൂട്ടിയാൽ 1000 കിട്ടും. 166 ഹരണഫലം, 6 ഹാരകം. ഹരണഫലം ഗുണം ഹാരകം പ്ലസ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹാര്യം. കോഷ്യൻ്റ് 166 ഇൻറ്റു ഡിവൈസർ 6 പ്ലസ് റിമൈൻഡർ 4 ഈസ് ഈക്വൽ ടു ഡിവിഡൻറ്റ് 1000. ഓക്കെ, മനസ്സിലായല്ലോ? താങ്ക് യു ചിൽഡ്രൻ. ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യ ഡിവിഡൻ്റായിട്ട് എടുത്തുകൊണ്ട് ആ സംഖ്യയെ വ്യത്യസ്തമായ ഡിവൈസർ കൊണ്ട് ഹരിച്ചു നോക്കണം. നോക്കിയിട്ട് അതിൻ്റെ കോഷ്യൻ്റ് ഹരണഫലവും റിമൈൻഡറും എഴുതുക. എന്നിട്ട് ചെയ്യേണ്ടത്
കോഷ്യന്റും ഡിവൈസറും തമ്മിൽ ഗുണിച്ചതിന് ശേഷം റിമൈൻഡർ കൂട്ടി നോക്കൂ. അന്നേരം ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതായത് ഹരണഫലത്തെ ഹാരകം കൊണ്ട് ഗുണിച്ചിട്ട് സിസ്റ്റം കൂട്ടി നോക്കുമ്പോൾ ഈ ഹാര്യം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കുറേ കണക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യൂ. താങ്ക് യു ചിൽഡ്രൻ.